നമസ്കാരം. വാർത്താവിചാരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ADGP അജിത് കുമാറിൻ്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവൻ്റെ പേര് അൻവർ CMA. ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ അൻവർ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കിയപ്പോൾ അൻവറിന് പരമാനന്ദമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ അതിൻ്റെ പ്രതികരണവുമായിട്ടൊക്കെ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞതും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം അത് വല്ലാതെ കുറിക്കുകൊള്ളുന്നതായിരുന്നു എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. കാരണം അജിത് കുമാറിൻ്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കും എന്ന് പറഞ്ഞവൻ്റെ പേര് അൻവർ CMA എന്ന് പറയപ്പെടുന്ന ആ വാദഗതി ഇതേപോലെ ഒട്ടനവധി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ PV അൻവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പലർക്കെതിരെയുമാണ്. അങ്ങനെ പലതരത്തിലും വിജയങ്ങൾ നേടുമ്പോൾ അതിനെക്കുറിച്ച് ഇത്തരത്തിൽ വാചാലനാകുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട് PV അൻവറിനെ പോലുള്ള MLAക്ക്. CMനെ വെല്ലുവിളിക്കുന്നതാണോ അതോ CMന് ഒരു മറുപടി നൽകുന്നതാണോ എന്ന് ചോദിച്ചാൽ, CMA ഞാനുമുണ്ട് ഇവിടെ, ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കുമെന്ന് താങ്കൾ മനസ്സിലാക്കുക, ഇത് ജനഹിതമാണ് എന്ന് ഓർമ്മിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. DGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരു കാര്യവും പരാമർശിക്കാതെ പോലീസ് തലപ്പത്തെ ഉദ്യോഗസ്ഥരുടെ സാധാരണ ഒരു സ്ഥലം മാറ്റമുണ്ടല്ലോ, അത്തരത്തിലൊരു സ്ഥലം മാത്രമായിട്ടുള്ള ഒരു ഉത്തരവാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ പോലും അതിൽ അതീവ സന്തുഷ്ടനാണ് അൻവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സാധാരണ പോലീസ് തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ സ്ഥലം മാറ്റം അല്ലെങ്കിൽ സാധാരണ ഉദ്യോഗസ്ഥരുടെയൊക്കെ സാധാരണ സ്ഥലം മാറ്റമുണ്ടല്ലോ, ആ സാധാരണ സ്ഥലം മാത്രമായുള്ള ഒരു ഉത്തരവ്, ആ ഉത്തരവാണ് ഇപ്പോൾ സർക്കാർ ഇറക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. പോലീസ് തലപ്പത്തെ 2 ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നുവെന്നുള്ള തരത്തിലുള്ള ഒരു സാധാരണ ഉത്തരവ്. ഈ അജിത് കുമാറിനെ മാറ്റിയത് എന്തിനാണെന്നോ എന്ത് നടപടിയുടെ ഭാഗമാണെന്നോ ഒന്നും തന്നെ ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ADGPക്കെതിരെ നടപടി എന്ന് പറയുമ്പോഴും വെറും സ്ഥാനമാറ്റം മാത്രമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം പകരുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ ഉത്തരവ് എന്നുള്ളതാണ്. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞതുപോലെ, ഈ ADGP MR അജിത് കുമാറിൻ്റെ സ്ഥാനമാറ്റം എന്ന് പറയപ്പെടുന്നത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിരിക്കും. ബറ്റാലിയൻ്റെ ഉത്തരവൊക്കെ അദ്ദേഹത്തിന് ഈ സ്ഥാനമാനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു വാർത്ത ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സത്യമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPക്കെതിരെ നടപടി എന്ന് പറയപ്പെടുന്നത് വെറും സ്ഥാനമാറ്റം മാത്രമാകുന്ന അല്ലെങ്കിൽ സ്ഥാനമാറ്റം മാത്രമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നിലപാട് മാത്രമാണ്. ഇത്തരത്തിൽ സർക്കാരിൻ്റേതെന്ന് പറയപ്പെടുന്ന തരത്തിൽ പുറത്തു വന്ന ഈ നിലപാടിനെ പ്രതിപക്ഷം ആരോപിച്ചില്ലെങ്കിലേ നമുക്ക് അവരെ കുറ്റപ്പെടുത്തേണ്ടതുള്ളൂ. അവരുടെ പല തരത്തിലുള്ള ആരോപണങ്ങൾക്കും ബലം പകരുന്ന തരത്തിലുള്ള സർക്കാർ ഉത്തരവ് മാത്രമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം എന്ന രീതിയിലാണ് ഇതിനെ ഉത്തരവിറക്കിയിട്ടുള്ളത്. അതും DGP കഴിഞ്ഞാൽ താഴെത്തട്ടിൽ എത്തുന്ന സൂപ്പർ DGP ആയിട്ടുള്ള ADGPക്കെതിരെ. അഡീഷണൽ സെക്രട്ടറി M അഞ്ജന ഇത്തരത്തിലൊരു ഉത്തരവിറക്കുമ്പോൾ സർക്കാർ എന്താണ് ചിന്തിച്ചിരുന്നത്, സർക്കാരിൻ്റെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ, അതുമാത്രമായിരിക്കണം ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചിലത് കൂടിയുണ്ട് കേട്ടോ. കാരണം പോലീസ് മേധാവി ഉണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ പോലീസ് സ്റ്റേഷനുകളിലെ ഈ ദൈനംദിന ഭരണം നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അതുകൊണ്ട് തന്നെ ഈ പദവി പോലീസിലെ സൂപ്പർ DGPക്ക് സമാനമാണ് എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. കാരണം ഈ MR അജിത് കുമാർ പലപ്പോഴും അത്തരത്തിൽ സൂപ്പർ DGP ചമയാറുമുണ്ട്. MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ ഈ പദവി വേണ്ടെന്ന് വയ്ക്കാൻ ആലോചനയും ഉണ്ടായിരുന്നു. എന്നാൽ അത് പലവിധ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതങ്ങനെ ഒരു തടസ്സമായി നിർത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് മനോജ് എബ്രഹാമിന് പദവി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ വന്നതും. ഞാനും അത്തരത്തിലൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മനോജ് എബ്രഹാമുമായി ബന്ധപ്പെട്ട. ഇനി അടുത്ത ക്രമസമാധാന ചുമതലയിലേക്ക് എത്താൻ പോകുന്നത് മനോജ് എബ്രഹാമാണോ, മനോജ് എബ്രഹാമിന് ആ തലവേദന ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്ത അന്ന് ഞാൻ നൽകിയിരുന്നത്. അതുപോലെ ഈ സാഹചര്യത്തിൽ മനോജ് എബ്രഹാമിന് ആ പദവി നൽകുക എന്നുള്ളതിലേക്ക് എത്തപ്പെടുമ്പോൾ ഇൻ്റലിജൻസിൻ്റെ ചുമതലയിലാണ് ഇപ്പോൾ മനോജ് എബ്രഹാം ഉള്ളത്. അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം കൂടി തൽക്കാലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഇതിലേക്ക് വലിച്ചിടരുതേ, എനിക്ക് ഈ പാപഭാരം ചുമക്കാൻ വയ്യ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ മനോജ് എബ്രഹാമുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊരു വാർത്തയാണ്. എങ്കിൽ കൂടിയും ഇതോടെ പോലീസിൽ ഒരു ക്രമസമാധാനത്തിന് കൂടുതൽ കരുത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു.
അല്ലെങ്കിൽ അത്തരത്തിലൊരു കരുത്ത് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നേരത്തെ ഉത്തരമേഖലയും ദക്ഷിണ മേഖലയും ഒക്കെ ആയിട്ട് 2 ADGPമാരായിരുന്നു ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്നത്. ഇതിന് പകരമായിട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയെ പോലീസ് ആസ്ഥാനത്ത് നിയോഗിച്ചതും അദ്ദേഹത്തിന് വലിയ അധികാരങ്ങളൊക്കെ ലഭിച്ചതും അദ്ദേഹം സൂപ്പർ DGP ചമഞ്ഞെന്നുമൊക്കെ ചരിത്രമാണ്. P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ ഈ പദവിയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു MR അജിത് കുമാറിനെ. അതിവേഗം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി മാറാൻ അജിത് കുമാറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്തായിട്ടുള്ള PS സരിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും ഒപ്പം തന്നെ ആ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തത് കഥയല്ല, ചരിത്രമാണ്. ഇത് അജിത് കുമാറിന് വലിയ ക്ഷീണമുണ്ടാക്കി. അന്ന് അജിത് കുമാറിനെ ADGP പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന അപ്രധാന തസ്തികയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മുഖ്യമന്ത്രിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾക്കെതിരെ എന്ത് അന്വേഷണം വന്നാലും എവിടെ ചെന്ന് നിൽക്കാൻ, ആരെ പിടിക്കാൻ, എന്ത് പറയാൻ, എന്ത് നടപടിയെടുക്കാൻ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് സാധാരണ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന സ്വപ്ന സുരേഷിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഷാജ് കിരൺ, ആ ഷാജ് കിരണിനെ അജിത് കുമാർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരം കൂടി അന്ന് പുറത്തു വന്നതാണ് അതിന് വിനയായി മാറിയത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അജിത് കുമാർ സായുധ ബറ്റാലിയൻ മേധാവിയായിട്ട് തിരികെ എത്തുകയും ചെയ്തു. ക്രമസമാധാന വിഭാഗം ADGP ആയിരുന്ന വിജയ് സാക്കറെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയതോടുകൂടിയാണ് അജിത് കുമാർ ഈ ചുമതലയിലേക്ക് എത്തുന്നത്. ഇതിനിടെ നമുക്കറിയാമല്ലോ, DGP ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബുമായിട്ട് അജിത് കുമാർ തെറ്റുന്നു. കാരണം സൂപ്പർ DGP ആണല്ലോ അജിത് കുമാർ. അപ്പോൾ പിന്നെ എന്തിനാണ് DGPയെ നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് തോന്നിക്കാണണം. അതുകൊണ്ട് ചിലപ്പോൾ ഷെയ്ഖ് ദർവേഷ് സാഹിബായിട്ടുള്ള DGPയെ മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ അജിത് കുമാർ ശ്രമിച്ചു. കാരണം അജിത് കുമാറും DGPയും തമ്മിൽ തെറ്റലുണ്ടാകും. DGPക്കെതിരെ സ്വത്ത് കേസ് വലിയ രീതിയിൽ ചർച്ചയായത് പോലീസിലെ കലഹം അന്ന് കൂട്ടുവാൻ ആക്കം കൂട്ടിയെന്നുള്ളതാണ്. കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിച്ച് DGP വിവാദത്തിൽ നിന്നൊക്കെ തലയുരിയൊക്കെ ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ ADGP ഭരണനിർവഹണ കസേരയിൽ S. ശ്രീജിത്തും എത്തുകയായിരുന്നു. ഇതിനിടെ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് 1 കൊല്ലം കാലാവധി നീട്ടിക്കിട്ടി. ഇതോടെ അജിത് കുമാറിൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പോലീസ് മേധാവി എടുക്കേണ്ട തീരുമാനങ്ങളിൽ ചിലതെങ്കിലും ADGP കൈക്കൊള്ളുന്നുവെന്ന് പോലീസിനുള്ളിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തു. നിലവിലുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിന് പുറമെ ജില്ലകളിൽ നിന്ന് തനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അതാണ് ഞാൻ പറഞ്ഞത് സൂപ്പർ DGP ആയി എന്ന്. ഇതൊക്കെ വിവാദമാവുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ആ വിവാദങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ പദവിയെ സംരക്ഷിക്കുവാനുള്ള ശ്രമം നടത്തുകയും ആ പദവി സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ തട്ടിമാറ്റി DGP പദവിയിലേക്ക് എത്തണമെന്നുള്ളൊരു അതിമോഹം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഹൊസബള്ളയും റാം മാധവും വത്സൻ തില്ലങ്കരിയും ഒക്കെ കൂടിക്കാഴ്ചക്കാരായി മാറി എന്നുള്ളത് യഥാർത്ഥമായിരുന്നു, സത്യമായിരുന്നു. അങ്ങനെ RSSൻ്റെ മേധാവികളെയും BJPയുടെ നേതാക്കളുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കാണുവാൻ ADGP തയ്യാറെടുത്തത് DGP പദവി മോഹം മനസ്സിൽ വച്ചിട്ട് തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒരിക്കലും തെറ്റില്ല. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി എത്തുക എന്നുള്ള സ്വപ്നം അത് എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കുന്നതിനുള്ള ശ്രമമായിരുന്നു അന്ന് ADGP തസ്തികയിലുള്ള MR അജിത് കുമാർ കാട്ടിക്കൂട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിടത്തും എത്തിയതുമില്ല. ഇതിനൊക്കെ തടസ്സമായി അൻവർ എന്ന് പറയപ്പെടുന്ന MLA നിന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അൻവർ എന്ന് പറയപ്പെടുന്ന MLA ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയത്? ഒരൊറ്റ കാര്യത്തിൽ അൻവറിനോട് നമുക്ക് ചിലപ്പോൾ മതിപ്പ് തോന്നിയേക്കാം. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുവാൻ കാണിച്ച ചങ്കൂറ്റം, അതിനൊരു ഹാറ്റ്സ് ഓഫ് ഉണ്ട്. പക്ഷേ അതിന് പകരം ഭരണകക്ഷിയിൽ നിന്നുകൊണ്ട് ആ ഭരണകക്ഷിയുടെ ഭാഗമാകുകയും ഒപ്പം തന്നെ അവർക്കെതിരെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത അൻവർ ഉണ്ടല്ലോ, അവിടെ ചെയ്തത് മറ്റൊരു തെറ്റായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ചെയ്തത് ഈ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന ഒരു സംവിധാനമായിരുന്നു. അവിടെ തകർന്നു പോയത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ജീവിതമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കുന്ന തരത്തിലേക്കായിരിക്കാം ഇനിയുള്ള യാത്രകളെന്ന് പറയപ്പെടുന്നത്. അതിന് സമയമായില്ലേ എന്ന് ചോദിച്ചാൽ സമയമായില്ല എന്ന് അൻവർ പറയുമ്പോഴും അൻവർ പുതിയ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോകുവാനും ഒപ്പം തന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോകുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ
ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ സൈബർ പോരാളികളും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരും തുടങ്ങില്ലേ ആ യുദ്ധം? അത് നമുക്ക് കാണേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. അൻവറിൻ്റെ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അൻവർ പിണറായിക്കും പിണറായി കുടുംബത്തിനും സർക്കാരിനുമെതിരെ ആഞ്ഞടിക്കുന്നു. CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ പല കേസുകളുമായി അഴിമതിയുമായി കൂട്ടിക്കെട്ടുന്നു. ഇതൊക്കെ നടത്തുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെറുതെ ഇരിക്കുന്ന ഒരു പാർട്ടിയും പാർട്ടിക്കാരുമാണോ ഈ CPM എന്ന് പറയപ്പെടുന്നത്? ചിലപ്പോൾ അത് അൻവറിന് മനസ്സിലാകാത്തത് കൊണ്ടാകാം. പക്ഷേ എടാ മോനെ, ഇത് വേറെ പാർട്ടിയാണ്, പോയി തരത്തിൽ കളിക്ക്. ഈ ഉപദേശം കൊടുക്കുന്നത് ഞാനല്ല കേട്ടോ. MV രാഘവന് സാധിക്കാത്തത് ഒരു പുതിയ കാലത്ത് അൻവറിന് സാധിക്കുമോ എന്നൊരു പരിഹാസമുണ്ടല്ലോ. ആ പരിഹാസം ഞാനുമല്ല മുന്നോട്ട് വെക്കുന്നത്, PM മനോജാണ്. PV അൻവറിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് ആദ്യമെത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജാണ്. ആ PM മനോജിൻ്റെ FB പോസ്റ്റിൽ, അത് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വൈറലാകുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അൻവറിനെ ഇത്രത്തോളം കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് പോയി തരത്തിന് കളിക്കാൻ. കാരണം MV രാഘവനെപ്പോലൊരു മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ 80കളുടെ തുടക്കത്തിലൊക്കെ ആ കമ്മ്യൂണിസം എന്താണ്, കമ്മ്യൂണിസ്റ്റുകാരെന്താണ് എന്ന് അങ്ങ് കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഒരേ മനസ്സോടുകൂടി പറയാൻ പഠിപ്പിച്ച MVR, ആ MVRനെ തള്ളിക്കളയാൻ CPM-ന് കഴിയുമെങ്കിൽ ഒന്നുമല്ലാത്ത അൻവർ എന്ന് പറയപ്പെടുന്ന ഒരു സ്വതന്ത്ര MLA, അതും CPM-ൻ്റെ ലേബലിൽ നിന്ന് മാത്രം മത്സരിച്ച MLA തള്ളിക്കളയാൻ എത്ര സമയം വേണമെന്ന് ആലോചിച്ച് നോക്കൂ അൻവറെ. അൻവറിന് അതുകൊണ്ട് ഈ പാർട്ടിയെക്കുറിച്ച് അറിയില്ല, ഈ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് അറിയില്ല, ഇതിൻ്റെ കേഡർ സിറ്റുവേഷൻസിനെ കുറിച്ച് അറിയില്ല, കേഡർ സംവിധാനത്തെക്കുറിച്ചും അറിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി മൂക്കാനുണ്ട് അൻവർ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, 80കളുടെ തുടക്കത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് MVR ആയിരുന്നു. ബദൽ രേഖ വന്നപ്പോഴും MVR-നോട് ആരാധന തോന്നുന്നുണ്ടായിരുന്നു. അന്ന് സമരത്തിൽ പങ്കെടുത്ത് അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം ഉണ്ടാകുന്നു, അത് രൂക്ഷമാകുന്നു, MVR ജയിലിലെത്തുന്നു. അന്ന് സമരം ചെയ്തവരോട് വ്യക്തിപരമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി മുറിവുകൾ തൊട്ടു നോക്കി ആശ്വാസവാക്കുകൾ പറയുന്ന MVR-നെ കാണാൻ കഴിയുന്നു. അന്ന് ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഠിനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അഞ്ചരക്കണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാൻ ഉഗ്രശാസനം നടത്തുന്ന MVR-നെ കാണാൻ കഴിയുന്നു. അങ്ങനെ അന്ന് സമരം ചെയ്തവരെല്ലാം ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ MVR-ൻ്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നാടാകെ യോഗങ്ങൾ ഉണ്ടാകുന്നു. ആ യോഗങ്ങളിലൊക്കെ MVR പ്രാസംഗികനായെത്തുന്നു. ആ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ കൃത്യമായി പറയുന്ന യോഗങ്ങളായിരുന്നു. ഓരോന്നിലും വലിയ ജനാവലികളുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ചാനലുകളൊന്നും പ്രസക്തമല്ലാത്ത കാലഘട്ടം. അന്ന് പത്രങ്ങൾ വിധി എഴുതി മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു, ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. MVR-ൻ്റെ ആ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നാമായിരുന്ന ഒരു വികാരം തന്നെയായിരുന്നു അതായത് ഇനി CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാകുമോ എന്നോ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. 1987 വൻ ഭൂരിപക്ഷം നേടി LDF അധികാരത്തിൽ വന്നു. MVR-ൻ്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി മാറി എന്നുള്ളതാണ്. അപ്പോൾ MVR-ന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട്. പക്ഷേ അൻവറിനെ പോലൊരു CPM-ൻ്റെ കാലിൽ നിന്നുകൊണ്ട് ഒരു MLA ആയ അൻവറിനത് സാധിക്കുമെന്ന് കരുതിയാൽ അത് വെറും സ്വപ്നം മാത്രമാണ് അൻവറെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയുമുണ്ട് അൻവറിൻ്റെ ചെയ്തികളിലേക്ക് പോകുമ്പോൾ. അൻവർ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള DMK എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് നൽകിയ പേര് പുതിയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണല്ലോ. പക്ഷേ ആ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു, അതായത് കേരളത്തിനപ്പുറം തമിഴ്നാട്ടിൽ DMK വളരെ ശക്തമായി നിലനിൽക്കുന്ന സ്റ്റാലിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് അൻവറെ ഒന്ന് ചിന്തിക്കാത്തത്? ആ DMK എന്ന് പറയപ്പെടുന്നതിൻ്റെ ബന്ധവും ആഴവും അവർ തമ്മിലുള്ള അടുപ്പവുമൊക്കെ CPM-ഉമായിട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല?
ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവിടെ കോൺഗ്രസ്സുകാരനും സി പി ഐക്കാരനും സി പി എമ്മുകാരനും ഡി എം കെക്കാരനും ഒക്കെ ഒരേ മുഖത്തോടു കൂടി നിൽക്കുന്നവരാണ് എന്തുകൊണ്ട് താങ്കൾ തിരിച്ചറിഞ്ഞില്ല? എന്നിട്ടും താങ്കൾ കാണിച്ച ഈ ചെയ്തിയുണ്ടല്ലോ, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഉണ്ടാക്കുവാനുള്ള താങ്കളുടെ ശ്രമം, ഡി എം കെ ഇപ്പോൾ താങ്കൾക്ക് മാറ്റി പറയേണ്ടി വന്നില്ലേ? അതായത് ഡി എം കെയുടെ കേരള ഘടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവരെ പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല. രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് അൻവറിന് വ്യക്തമാക്കേണ്ടി വന്നത് അവിടെയാണ്. സാമൂഹിക സംഘടനയായിരിക്കുമെന്ന് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആ തരത്തിൽ സാമൂഹ്യ സംഘടനയുടെ രീതിയിലായിരിക്കുമെന്ന് പറയേണ്ടി വന്ന സാഹചര്യം പി വി അൻവറിനെ തള്ളിക്കൊണ്ട് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായിട്ടുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം എത്തിയതുകൊണ്ടാണ്. സി പി എമ്മുമായി മുന്നണി ബന്ധമുള്ളതിനാൽ പി വി അൻവറിനെ പാർട്ടിയിലെടുക്കാനാകില്ല എന്ന് ഡി എം കെയുടെ വക്താവ് തന്നെ, അതായത് ടിക്കോ സിളങ്കോവൻ വരെ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനൊരു ആളെ ഇതിനകത്ത് എടുക്കേണ്ട ആവശ്യമില്ല. സി പി എം നടപടി എടുത്ത ഒരാളിനെ എങ്ങനെ ഈ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരുമെന്ന് ഡി എം കെ ചോദിക്കുമ്പോൾ ഇനിയെങ്കിലും അൻവറെ താങ്കളൊന്ന് മനസ്സിലാക്കുക, ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിലും താങ്കൾ ഉദ്ദേശിക്കുന്ന ഒരു പൊറാട്ട് നാടകവും നടക്കില്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ചെന്നൈയിലൊക്കെ എത്തി ഡി എം കെ നേതാക്കളുമായിട്ടൊക്കെ അൻവർ കൂടിക്കാഴ്ച നടത്തി, അൻവറിൻ്റെ മകനുമൊക്കെ കൂടിക്കാഴ്ച നടത്തി, അൻവർ നേതൃത്വത്തെ സമീപിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ വരും. പക്ഷേ അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. പാർട്ടിയിൽ ചേരുന്നതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ തങ്ങളുമായിട്ടുള്ള ഒരു സഖ്യം സി പി എം നടപടി സ്വീകരിച്ച, അതായത് ഡി എം കെയുമായിട്ട് സഖ്യമുള്ളൊരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത്. ആ സി പി എം നടപടി സ്വീകരിച്ച ഒരാളെന്ന നിലയിൽ അവരുടെ സമ്മതമില്ലാതെ എങ്ങനെയാണ് അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കാനാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാർട്ടിയിൽ എടുക്കാനാകാത്തത്. നേതാക്കൾ വിഷയം ചർച്ച ചെയ്തതായി അറിയില്ല എന്ന് പറയുമ്പോഴും അന്തിമ തീരുമാനം എം കെ സ്റ്റാലിൻ്റേതാകും. പക്ഷേ എം കെ സ്റ്റാലിൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം കേരളത്തിൽ ഡി എം കെക്ക് സ്വന്തമായി സംഘടനാ ശക്തിയുണ്ട്. ഇവിടെ പി വി അൻവർ വിഷയത്തിൽ ഉടൻ തീരുമാനം വേണ്ടെന്ന ഒരു നിലപാടിലേക്ക് ഡി എം കെ എത്താനുള്ള കാരണം പോലും അതാണ്. കാരണം ഈ ഡി എം കെയും സി പി എമ്മും തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം മനസ്സിലാക്കേണ്ടതായിരുന്നു. അധിക ബുദ്ധി ഉണ്ടെങ്കിലും അത് ആപത്താണ്. അൻവറെ അത് മനസ്സിലാക്കുക. രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവർ നേരത്തെ തന്നെ പലപ്പോഴും പ്രതികരിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും? തമിഴ്നാട്ടിലെ ഡി എം കെയുമായി യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടിയേറ്റത് അവിടെയാണ്. സഖ്യകക്ഷിയുമായി ഇടഞ്ഞു വരുന്നവരെ സ്വീകരിക്കുന്ന പതിവ് അതില്ല എന്ന് തന്നെ ഡി എം കെ പലവട്ടം വ്യക്തമാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അവർ രൂപീകരിക്കുന്ന കാര്യം അത് ആലോചനയിലുണ്ട് എന്ന് കഴിഞ്ഞ ദിവസവും അൻവർ പറയുമ്പോഴും അൻവർ ഉയർത്തിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ പതറിപ്പോയ സി പി എം വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഡി എം കെയിലൂടെ നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഒരു പതർച്ച സി പി എമ്മിനുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെയും പാർട്ടിക്കാരെയും അണികളെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ വെട്ടിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നിമിഷം ആലോചിച്ച് നോക്കും, എങ്ങനെയാണ് ഇനി അൻവറിന് മറുപടി കൊടുക്കേണ്ടത്? ഈ അൻവർ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽ തിരിച്ചടി കൊടുക്കണ്ടേ? ഇപ്പോൾ അത് അവിടെ ഇന്ന് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പോകുന്നു. അൻവറിനെതിരെ ഒരു യോഗം സംഘടിപ്പിക്കുന്നു. കെ ടി ജലീൽ അടക്കമുള്ളവർ പ്രസംഗിക്കാൻ പോകുന്നു. അവിടെ പൊതുസമ്മേളനത്തെ കൃത്യമായിട്ടും പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. എന്തായിരുന്നു അതിനകത്ത് ലക്ഷ്യമിടുന്നത്? അൻവറിൻ്റെ പൊതുസമ്മേളനത്തിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അൻവർ കോഴിക്കോടും അതിനുശേഷം മഞ്ചേരിയിലുമൊക്കെ വിളിച്ച പൊതുയോഗങ്ങൾ വളരെ വിജയവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അൻവർ വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിൽ ഉണ്ടാകുന്നതിനേക്കാൾ ആളുകളെ കൂട്ടിക്കൊണ്ട് സി പി എം അൻവറിന് മറുപടി നൽകാൻ പോകുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ പേര് അൻവർ പ്രഖ്യാപിച്ചുവെങ്കിലും അതിൻ്റെ നയപ്രഖ്യാപനം വരെ നടത്തിയതായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് ഇനി അൻവർ ചികയുകയാണ്. എവിടെയാണ് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് തെറ്റുപറ്റിയത് എന്നൊക്കെ ഇനി ചികയും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടുകൂടി അധികാരത്തിലെത്തപ്പെടുന്ന എം എൽ എ ആയി നിൽക്കുന്ന അൻവറിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിനകത്തേക്ക് ചേക്കേറുകയാണ് എങ്കിൽ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള നിയമ നടപടി മുൻപിൽ നിൽക്കുമ്പോൾ വളരെ കൃത്യമായി അൻവറിന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇനിയൊരു പാർട്ടി രൂപീകരണം സാധ്യമല്ല. ഇനി അഥവാ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം. ആ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് ശേഷം മാത്രം ഒരു പാർട്ടിയുമായി മുന്നോട്ട് പോകാമെന്ന്. പക്ഷേ എം എൽ എ സ്ഥാനം തനിക്കൊരു പ്രശ്നമില്ല എന്ന് അൻവർ പറയുമ്പോഴും മറ്റത് കഥ കൂടി നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അടക്കം അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് എം ആർ അജിത് കുമാറിനെ അടക്കം മാറ്റുമ്പോൾ ആ മാറ്റലുകൾ എന്ന് പറയപ്പെടുന്ന സി പി എമ്മിൻ്റെ മുഖം മിനുക്കുവാനുള്ള ശ്രമങ്ങളാണ് എന്ന് പറഞ്ഞു വെക്കുന്നതും
ഇവിടെ എന്തു സംഭവിക്കുന്നു എന്നുള്ളത്, ഈ നടപടി എന്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്, അതിനുള്ള കാരണം എന്താണ് എന്ന് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് മനസ്സിലാകുന്നു എന്ന് പറയുന്ന MP ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയെ നമുക്ക് കാണേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അതായത് സർക്കാർ വാക്ക് പാലിക്കുന്നു, അല്ലെങ്കിൽ ADGPക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നൊക്കെ വലിയ വായിൽ വിദണ്ഡവാദം ഉന്നയിക്കുന്നുണ്ട് ഗോവിന്ദനെ പോലുള്ളവർ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക മിസ്റ്റർ ഗോവിന്ദൻ, ഇത്രയും കാലം നിങ്ങൾ നടത്തിയ അതേ നാടകം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. മുഖ്യമന്ത്രി സംരക്ഷണ കവചം തീർത്തിരിക്കുന്ന MR അജിത് കുമാറിനെ താങ്കളോ താങ്കളുടെ പാർട്ടിക്കോ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ താങ്കൾ പറയുന്ന ഈ കവചമൊക്കെ അദ്ദേഹത്തിന് സ്വീകാര്യമാണ്. പക്ഷേ അൻവറിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പറയുക. ഇവിടെ പലപ്പോഴും സമുദായ നേതാക്കൾക്കെതിരെ ഒരു സമുദായമാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ള ഒരു വാദഗതി മുന്നോട്ട് വെച്ച KT ജലീലിനെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറ്റകൃത്യമല്ല ധാരണ മാറ്റാൻ സമുദായ നേതാക്കൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുന്ന MP ഗോവിന്ദനെ കൂടെ കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കണമെന്നുള്ള അവകാശ നയം സ്വന്തം തട്ടകങ്ങൾ വരെ കൊടുക്കേണ്ടി വരുന്ന സാധ്യതയും ബാധ്യതയും CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് പ്രീണന മനോഭാവം കാട്ടി മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ KT ജലീൽ സ്വീകരിച്ച മാർഗം വളരെ തെറ്റാണ് എന്നുള്ളത് കടുത്ത വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, അൻവർ പാർട്ടി ഉണ്ടാക്കുന്നു, MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ MLA സ്ഥാനം രാജിവെക്കാൻ ശ്രമിക്കുമ്പോഴും അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു സാധ്യത ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പോൾ ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലുമൊക്കെ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ചേലക്കരയിലും പാലക്കാടുമൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ നിലമ്പൂരിലെ MLA കൂടി രാജിവെച്ചാൽ നിലമ്പൂരിലും മത്സരം ഉണ്ടാക്കാം. അങ്ങനെ ചേലക്കരയിലും പാലക്കാടും നിലമ്പൂരിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുവാൻ അൻവർ തയ്യാറാവുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വിജയിച്ചു കയറുമെന്നാണ് അൻവറിൻ്റെ ഒരു വാദവും. ജനങ്ങൾ അത്രത്തോളം മണ്ടന്മാരാണോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ അൻവർ നടത്തുന്നുണ്ട് എന്ന് പറയാം. മാത്രമല്ല, ഈ ചേലക്കരയിലും പാലക്കാടുമൊക്കെ CPMന് BJPയുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ള PV അൻവറിൻ്റെ പരാമർശമുണ്ടായിരുന്നു. ആ പരാമർശവും ശുദ്ധ അസംബന്ധങ്ങൾ എന്ന് പറഞ്ഞ് MP ഗോവിന്ദൻ തള്ളുമ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ടുകൾ BJPക്ക് മാറുകയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തിയത് ഇതേ പാർട്ടി തന്നെയാണ്. CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിൽ പറഞ്ഞതായിരുന്നു സംസ്ഥാനത്ത് പാർട്ടി വോട്ടുകൾ BJPക്ക് മാറുകയാണ് എന്നുള്ളത്. അത് ആറ്റിങ്ങലിലെ LDF പരാജയത്തിൻ്റെ കാരണം വോട്ടുകൾ BJPക്ക് പോയതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടാവുകയുണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ UDFൻ്റെ വിജയം LDF വോട്ട് BJPക്ക് ചോർന്നതുകൊണ്ട് മാത്രമാണ് എന്ന് റിപ്പോർട്ടിൽ വളരെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഏകദേശം 16 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ട് അന്ന് വർദ്ധിക്കാതിരുന്നത്. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനേക്കാൾ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടി എന്നുള്ളതും ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. LDFന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18ആണ്. BJP 11 മണ്ഡലങ്ങളിൽ ലീഡ് നേടി. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായിട്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് BJP നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ലെന്ന സ്വയം വിമർശനവും CPIMൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം സഖാവ് MP ഗോവിന്ദൻ മറന്നു പോകരുത്. ഇനി പാലക്കാട് പോലുള്ള ഉപതെരഞ്ഞെടുപ്പിലടക്കം എന്തു സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കൂടി ഓർക്കുക. അപ്പോൾ BJP എന്ന് പറയപ്പെടുന്ന പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അത് CPMനെ കവച്ച് കെട്ടിക്കൊണ്ടാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങളുടെ വോട്ടുകൾ ചോരുകയാണ് സഖാവേ, ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ സ്വതന്ത്രന്മാരെ എല്ലാം നിർത്തി ഇത്തരത്തിലൊരു പാർട്ടിക്ക് ബാധ്യതയായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തല്ലോ. പലപ്പോഴും അങ്ങനെയാണ്. CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി പലപ്പോഴും സ്വതന്ത്രരെ മത്സരിപ്പിച്ച് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യാറുണ്ട്. പക്ഷേ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതാണല്ലോ ഈ അൻവറിൻ്റെ സ്ഥിതിവിശേഷം. പാർട്ടിയോടൊപ്പം നിൽക്കുകയും അവസാനം പാർട്ടിക്ക് അന്തകനായി മാറുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ച ഒരേ ഒരു വ്യക്തി. അപ്പോൾ ഇനി ഇതാ വരാൻ പോകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പടക്കം ഞാൻ പറഞ്ഞല്ലോ, പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും ഇനി അഥവാ നിലമ്പൂരുണ്ടെങ്കിൽ നിലമ്പൂരാണെങ്കിലും ഒക്കെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് CPIMന് എത്തേണ്ടി വരുന്നു. ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രമുഖ നർത്തകിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുവാനുള്ള നീക്കങ്ങളൊക്കെ പാർട്ടി ആദ്യം നടത്തിയതാണ്, അവിടുത്തെ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ അവരറിഞ്ഞിട്ടുണ്ടോ അതോ ഇനി പാർട്ടിക്കാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും മേതിൽ ദേവികയെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള ആ ശ്രമം കൂടി പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി എന്തായിരുന്നാലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട സാഹചര്യം CPMന് അകത്തുള്ളിൽ ഇല്ല എന്നുള്ളതാണ് പാർട്ടിയുടെയും
പാർട്ടി നേതാക്കളുടെയും തീരുമാനം. ഇവിടെ അവർ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇനി പാർട്ടിക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെ മതി എന്നുള്ളതാണ്. അങ്ങനെ പാർട്ടിക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇനി മുന്നോട്ട് പോവുക. പക്ഷേ എത്രയൊക്കെ മാച്ചു കളഞ്ഞാലും, എത്രയൊക്കെ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പാർട്ടിക്ക് അവമതിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് മിസ്റ്റർ പിണറായി. നിങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. ഈ വാർത്താ വിചാരം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത ദിവസം മറ്റൊരു വാർത്തയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.